സാംസ്കാരിക ഏകത അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പട്ടേലിനുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ തകർന്നു കിടന്ന സോമനാഥ ക്ഷേത്രം നവീകരിക്കണം എന്ന് പട്ടേൽ തീരുമാനിച്ചു. അതിനുവേണ്ടി ഇറങ്ങിത്തിരിഞ്ഞപ്പോൾ നെഹ്റു എന്താ പറഞ്ഞത്? നെഹ്റു അതിനെതിരായിരുന്നു. ഭാരതത്തിൻ്റെ മതേതരത്വം തകർന്നു പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ നമുക്കറിയാം എങ്ങനെയാണ് സോമനാഥ ക്ഷേത്രം തകർന്നു പോയത്. ആ തകർന്നു കിടക്കുന്ന സോമനാഥ ക്ഷേത്രം നമ്മുടെ അയോധ്യയുടെ കാര്യവും അതുപോലെ തന്നെയല്ലേ. അപ്പം സത്യത്തിൽ അയോധ്യയ്ക്ക് മുന്നേ ഈ രാജ്യത്തിൻ്റെ ഏകതയ്ക്ക് വേണ്ടി, സാംസ്കാരിക ഏകതയ്ക്ക് വേണ്ടി തകർന്നു കിടക്കുന്ന ഇത്തരം സാംസ്കാരിക കേന്ദ്രങ്ങളെ നവീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പട്ടേലാണ്. അതിനെ എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ മഹാത്മാഗാന്ധി അതിനെ അനുകൂലിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു രാജ്യത്തിൻ്റെ പണം മുടക്കാൻ പറ്റില്ല, ജനകീയമായിട്ട് പരിശ്രമിച്ച് ആ പണം കൊണ്ട് വേണം നവീകരിക്കാൻ എന്ന് പറഞ്ഞു. അത് പട്ടേലിന് സാധിച്ചു. അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമാക്കുന്നത് കാണാൻ സാധിച്ചില്ല. പട്ടേലിൻ്റെ ആദർശനിഷ്ഠയുടെ ഏറ്റവും നല്ല ഉദാഹരണം അദ്ദേഹത്തിൻ്റെ മകൾ മണിബെൻ പട്ടേലാണ്. ഈ മണിബെൻ പട്ടേലിൻ്റെ മരണശേഷം ഏതാണ്ട് 40 ലക്ഷം അടങ്ങുന്ന ഒരു ബാഗുമായിട്ട്, അതെന്താണെന്ന് പോലും മണിബെൻ പട്ടേലിന് അറിയില്ല. അത് പട്ടേലെ തൻ്റെ മരണശേഷം ഇത് നെഹ്റുവിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് കൊടുത്താണ്. കാരണം കോൺഗ്രസിൻ്റെ ആസ്തി ബാധ്യതകൾ കൈകാര്യം ചെയ്യുന്നത് പട്ടേലാണ്. അതിലൊരു ചില്ലി കാശ് പോലും വ്യക്തിപരമായ ആവശ്യത്തിന് എടുക്കാതെ മണിബെൻ പട്ടേൽ നെഹ്റുവിനെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ ആ നെഹ്റു തിരിച്ച് എന്താണ് ചെയ്തത്? പട്ടേലിൻ്റെ മൃതദേഹം അവിടെ അടക്കം ചെയ്യാൻ വേണ്ടി കിടക്കുമ്പോൾ നെഹ്റു ആദ്യം പുറപ്പെടുവിച്ച ഉത്തരവ് പട്ടേലിൻ്റെ ഓഫീസിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പട്ടേലിൻ്റെ മൃതദേഹം കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തം പണം മുടക്കി പോകണമെന്നാണ്. ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് പട്ടേലിനോട് നെഹ്റു പെരുമാറിയത് എന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തൻ്റെ മകളെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് നെഹ്റു എത്രത്തോളം പരിശ്രമം നടത്തി. മണിബെൻ പട്ടേലിന് വേണമെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് കടന്നു വരാമായിരുന്നു. പക്ഷേ മണിബെൻ പട്ടേലിൻ്റെ അവസാനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഗുജറാത്തിലെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് ഏതാണ്ട് ഒരു ഭിക്ഷക്കാരിയെ പോലെയാണ് അവർ കാലയവനിക്കുള്ളിലേക്ക് മറഞ്ഞു പോയത്. അവരെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നെങ്കിലും കേവലം 1 രൂപ പ്രതിഫലം പറ്റിക്കൊണ്ടാണ് പ്രവർത്തിച്ചത്. അങ്ങനെ ഒരു ഗാന്ധിയൻ മൂല്യങ്ങൾ പുലർത്തിയ പട്ടേലും പട്ടേലിൻ്റെ മകളും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെടുകയും ഗാന്ധിയൻ മൂല്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പകർത്താത്ത നെഹ്റു രാജ്യത്തിൻ്റെ ഭരണാധികാരം കൈയാളുകയും എന്ന് മാത്രമല്ല ഒരു ഡൈനാസ്റ്റിയായി മാറുകയും ഒരു രാജകുടുംബത്തിൻ്റെ പരമ്പര പോലെ നെഹ്റു കുടുംബം പിന്നീട് ഗാന്ധി എന്ന അപരനാമം സ്വീകരിച്ചുകൊണ്ട് ഗാന്ധിയെപ്പോലും മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രത്തിൽ ഒരു ഇത്തിൽക്കണ്ണി പോലെ തുടരുകയും ഈ അടുത്ത കാലത്ത് മാത്രമാണ് അതിനൊരു അറുതി വരുത്താൻ സാധിച്ചത്.